എല്ലാവർക്കും ഹിന്ദി ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ജിന്ദഗി കാ സഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൈക്ക് പഠിച്ചിരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, ഒന്ന് കയറി കണ്ടേക്കും. അപ്പോൾ കൂടാതെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? സാഹബ് കെ ആംഗൻ സദാ ബുഹാർ यहाँ किस हालत की ओर इशारा किया गया है? അപ്പോൾ ഫസ്റ്റ് ലൈൻസിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ ഹൈക്കുവിൻ്റെ സുർഗമ്മ യാദവിൻ്റെ ഹൈക്കുവിൽ സുഖായ പാട് സഹബ് കെ ആംഗൻ സദാ ഫുഹാർ എന്ന് പറയുന്നത് ആ ലൈൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സഹബ് കെ ആംഗൻ എന്ന് പറയുന്നത് പണക്കാരുടെ മുറ്റം എന്ന് പറയുന്നത് സദാ ഫുഹാർ എപ്പോഴും എന്താണ് സുന്ദരമായിരിക്കും അല്ലേ, എപ്പോഴും നല്ല സന്തോഷത്തിലായിരിക്കും പണക്കാർ അല്ലേ. യഹാ കിസ് ഹാലത് കി ഓർ ഇഷാര കിയാ ഗയാ ഹൈ, ഇവിടെ ഏത് അവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ നോക്കാം നമുക്ക്. इसका मतलब यह है चाहे बाढ़ हो चाहे सूखापन हो, धनिक लोगों को कोई परेशानी नहीं होती, उन्हें कोई कष्ट नहीं सहना पड़ता, सभी कष्ट गरीब लोगों को सहना पड़ता है. അപ്പോൾ എന്താ പറയുന്നത്? ഇസ്കാ മത്ലബ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം യഹ് ഹേ ഇതാണ്. എന്താണ്? ചാഹെ ബാഡ് ഹോ, ബാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം, വെള്ളപ്പൊക്കത്തിനാണ് എന്ത് പറയുന്നത്? ബാഡ് എന്ന് പറയുന്നത്. ഓക്കെ, വെള്ളപ്പൊക്കമോ ഫ്ലഡ് ആയിക്കോട്ടെ, സൂക്കാപ്പൻ എന്ന് വെച്ചാൽ വരൾച്ച, വരൾച്ചക്കാണ് സൂക്കാപ്പൻ എന്ന് പറയുന്നത്, വരൾച്ച ആയിക്കോട്ടെ. ധനിക് ലോകോങ്കോ അല്ലേ, ധനികന്മാരായിട്ടുള്ള പണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് കോയി പരേശാനി നെഹി ഹോത്തി, പരേശാനി എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടോ, ബുദ്ധിമുട്ടിനെയാണ് പറയുന്നത്. ബുദ്ധിമുട്ട് ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. ഉൻഹെ കോയി കഷ്ട നെഹി സഹനപ്പെടുത്ത, അവർക്ക് ഒരു കഷ്ടതകളും അനുഭവിക്കേണ്ടി വരുന്നില്ല. സഹന എന്ന് വെച്ചാൽ സഹിക്കുക, സഹിക്കേണ്ടി വരുന്നില്ല. സബി കഷ്ട ഗരീബ് ലോകോങ്കോ സഹനപ്പെടുത്താ ഹെ, സബി കഷ്ട എല്ലാ കഷ്ടപ്പാടുകളും ഗരീബ് ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങൾക്കാണ് സഹിക്കേണ്ടി വരുന്നത് അല്ലെ, അനുഭവിക്കേണ്ടി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, लाटियां बुढ़ापे की दिखती नहीं, इन पंक्तियों से क्या आशय मिलता है? അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഹൈക്യൂല് പറയുന്നുണ്ട് അല്ലേ, പിതാനെ ഡൂണ്ടി ലാട്ടിയാം ബുഡാപ്പേക്ക് ദീക്കത്തി നെഹി അല്ലേ. ദീക്കത്തി നെഹി എന്ന് വെച്ചാൽ ദേക്കത്തി നെഹി എന്നാണ് അർത്ഥം. ലാട്ടിയാന്ന് വെച്ചാൽ ഊന്നുവടി, ഊന്നുവടി ബുഡാപ്പേക്ക് അല്ലെ വൃദ്ധാവസ്ഥയിലുള്ള ഊന്നുവടികൾ ദീക്കത്തി നെഹി കാണാനില്ല. ഇൻ പങ്ക്തിയോംസെ ഈ വരികളിൽ നിന്നും ക്യാ ആശയം മിൽത്താ ഹെ, എന്ത് ആശയമാണ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് ആൻസർ നോക്കാം. പറയാണ് लाटियां बुढ़ापे की दिखती नहीं, मतलब वृद्ध लोगों को वृद्धावस्था में उन्हें कोई आश्रय नहीं मिलते और वे अकेले होते हैं. അപ്പോൾ എന്താ ലാട്ടിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആശ്രയമാണല്ലേ, ബുഡാപ്പേക്ക് അല്ലേ വൃദ്ധാവസ്ഥയിലുള്ള ആളുകൾക്കുള്ള ആശ്രയമാണ് ഊന്നുവടി. ദീക്കത്തി നെഹി എന്ന് വെച്ചാൽ ദേക്കത്തി നെഹി അല്ലേ കാണുന്നില്ല എന്നതിൻ്റെ അർത്ഥം, മത്ലബ് അർത്ഥം വൃദ്ധ ലോകോങ്കോ വൃദ്ധജനങ്ങൾക്ക്, വൃദ്ധാവസ്ഥാമേ അല്ലേ ആ വയോധ്യ അവസ്ഥയിൽ, ആ പ്രായമായിട്ടുള്ള അവസ്ഥയിൽ, ഉन्हें കോയി ആശ്രയം നിയമിത്തെ അവർക്ക് ഒരു ആശ്രയവും അപ്പോൾ കിട്ടുന്നില്ല, അവരൊറ്റക്കായിരിക്കും ഉണ്ടാകുന്നത്. ഓർ വേ അകേലെ ഒറ്റേ, അകേലെ എന്ന് വെച്ചാൽ ഒറ്റക്ക് അല്ലേ, തനിച്ച്, ഒറ്റക്കായിരിക്കും അവരുണ്ടാവുക അല്ലേ, തനിച്ചായി പോകുന്നു. ഏതവസ്ഥയിൽ? വൃദ്ധാവസ്ഥയിൽ എന്നാണ് ഈ കവിതയുടെ ആശയം, വരികളുടെ ആശയം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ബർഫീലി നഗരി മേ നേഹ് കി ആൻഷ് സെ ക്യാ താത്പര്യ ഹെ? ബർഫീലി നഗരി എന്ന് വെച്ചാൽ എന്താ, മഞ്ഞ് വീഴുന്ന, ബർഫ് എന്ന് വെച്ചാൽ മഞ്ഞ് എന്നാണ് അർത്ഥം. അപ്പോൾ മഞ്ഞ് വീഴുന്ന നഗരത്തിൽ നേഹ് കി അഞ്ച്, നെഹ് എന്ന് വെച്ചാൽ സ്നേഹമാണ്, സ്നേഹം എന്ന് വെച്ചാൽ സ്നേഹം, സ്നേഹിക്ക് അഞ്ച് എന്ന് വെച്ചാൽ, അഞ്ച് എന്ന് വെച്ചാൽ ഗർമിയാണ്, അതായത് ഗർമി എന്ന് വെച്ചാൽ ചൂട്, ചൂട് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ബർഫീലി നഗരിമേ നെഹിക്ക് അഞ്ച്, മഞ്ഞ് പെയ്യുന്ന നഗരത്തിലുള്ള സ്നേഹത്തിൻ്റെ ഊഷ്മളത സെ ക്യാ താല്പര്യ ഹെ, എന്താ അതിനെക്കുറിച്ചിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ പറഞ്ഞതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. എന്താണ് ഉത്തരം? इसका मतलब यह है सब कुछ होते हुए भी उन्हें प्यार नहीं मिला, सब इस ज़िंदगी में व्यस्त है, उन्हें प्यार देने के लिए कोई नहीं है, इसलिए बर्फीले नगरी में वे स्नेह के गर्मी को ढूंढते हैं.
എന്താണ് പറയുന്നത്, ഇസ്കാ മത്ലബ് യഹ് ഹെ, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സബ് കുച്ച് ഹോത്തെ ഹുവേ ബി, എല്ലാം ഉണ്ടായിട്ട് കൂടി, സബ് കുച്ച് എന്ന് വെച്ചാൽ എല്ലാം എല്ലാം, ഉൻഹെ പ്യാർ നെഹി മില, എന്ത് കിട്ടിയില്ല, ഉൻഹെ അവർക്ക് പ്യാർ സ്നേഹം, നെഹി മില കിട്ടിയിട്ടില്ല, സബ് ഇസ് ജിന്ദഗി മേ, എല്ലാവരും ഈ ജിന്ദഗി എന്ന് വെച്ചാൽ ജീവിതം, ജീവിതത്തിൽ ജിന്ദഗി മേ എന്ന് വെച്ചാൽ ജീവിതത്തിൽ വ്യസ്ത ഹെ തിരക്കിലാണ്, വ്യസ്ത പോകണമെന്ന് വെച്ചാൽ തിരക്കായിപ്പോയി, അപ്പോൾ വ്യസ്ത ഹെ എന്ന് വെച്ചാൽ തിരക്കിലാണ്, ഉൻഹെ പ്യാർ ദേനെ കെ ലിയെ, അവർക്ക് സ്നേഹം കൊടുക്കാൻ വേണ്ടി, ദേനെ കെ ലിയെ എന്ന് വെച്ചാൽ ദേന എന്ന് വെച്ചാൽ കൊടുക്കുക എന്നുള്ള അർത്ഥമാണ്, ദേനെ കെ ലിയെ എന്ന് വെച്ചാൽ കൊടുക്കാൻ വേണ്ടി കോയി നെഹി ഹെ അല്ലെ ആരും തന്നെയില്ല, ഇസ്ലിയെ അതുകൊണ്ട് തന്നെ ബർഫീലി നഗരിയുമേ അല്ലെ മഞ്ഞു പെയ്യുന്ന നഗരത്തിൽ വേ സ്നേഹത്തെ ഗർമിക്കും, അവർ സ്നേഹത്തിൻ്റെ ചൂടിന് വേണ്ടി ഡൂണ്ടിട്ടേ ഹെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഡൂണ്ടുന്നതെന്ന് വെച്ചാൽ തിരയുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ വരികളുടെ അർത്ഥം. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഗതിവിദ്യാമിൽ ജിന്ദഗിക്ക് ചുനൗത്തിയും വിഷയ പർ ടിപ്പണി ലിഖിയെ, അപ്പോൾ ജീവിതത്തിൻ്റെ എന്താണ് ചാലഞ്ചസ്, ചുനൗത്തി എന്ന് വെച്ചാൽ എന്താണ് ചാലഞ്ചസ് എന്നുള്ള ഒരു വിഷയത്തെപ്പറ്റി ഒരു ടിപ്പണി എന്ന് വെച്ചാൽ എന്താണ് കുറിപ്പ് അല്ലേ, ടിപ്പണി തയ്യാറാക്കുക എന്ന് വെച്ചാൽ കുറിപ്പാണ് ടിപ്പണി അല്ലേ, കുറിപ്പിനെയാണ് ടിപ്പണി. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും ഒരു വിഷയം തന്നിട്ട് ഇസ്ക ടിപ്പണി തയ്യാർ കരയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറിപ്പാണ്. അപ്പോൾ ജിന്ദഗിക്ക് ചുനൗത്തിയാണ്, ചുനൗത്തി എന്ന് വെച്ചാൽ ചാലഞ്ചാണ്, ചാലഞ്ചസിനെ കുറിച്ചിട്ട് ജീവിതത്തിൽ വരാവുന്ന ചാലഞ്ചസിനെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാലോ, എഴുതി നോക്കിയാലോ കുറിപ്പ്. അപ്പോൾ കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിനൊരു ഏത് വിഷയമാണോ തന്നിട്ടുള്ളത് ആ ഹെഡിങ് വേണം കൊടുക്കാൻ. ഇപ്പോൾ ഇവിടെ നമുക്ക് ജിന്ദഗിക്ക് ചുനൗത്തിയും എന്ന് പറഞ്ഞിട്ടുള്ള തലക്കെട്ട് തന്നിട്ടുണ്ട്, അപ്പോൾ അതെന്ന് ഞാൻ കൊടുത്തിരിക്കുകയാണ്. ജിന്ദഗിക്ക് ചുനൗത്തിയും എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ എന്താണ് ചാലഞ്ചസ്, ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസിനാണ് ചുനൗത്തിയം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഹെഡിങ് കൊടുത്തിട്ട് വേണം കുറിപ്പ് തയ്യാറാക്കാൻ. അപ്പോൾ ജിന്ദഗി മേ അനേക ആने की चुनौतियाँ आते जाते रहते हैं, लेकिन हमें चुनौतियों को डर कर भागना नहीं चाहिए. സോറി, ഇവിടെ അനേക ആനേക്ക് എന്ന് വേണ്ട കേട്ടോ, അത് വേണ്ട, അത് സ്ട്രൈക്ക് ചെയ്തോളൂ. അനേക ചുനൗത്തിയും ആത്തെ ജാത്തെ രത്തെ ഹേ എന്ന് മതി കേട്ടോ, ആനേക്ക് എന്ന് വേണ്ട, അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണ്. चुनौतियों को डर कर भागना नहीं चाहिए, बल्कि इसका धैर्यपूर्वक सामना करना चाहिए, चाहे बाढ़ हो सूखापन हो. सारा कष्ट गरीब लोगों को ही सहना पड़ता है, अमीरों की ज़िंदगी आसान होते हैं, उन्हें सब कुछ आसानी से मिल जाते हैं. ज़िंदगी हमेशा परेशानी देती है, लेकिन हमें सब कुछ सामना करके आगे जाना पड़ता है. എന്താണ് പറയുന്നത്, ജിന്ദഗി മേ അനേക് എന്ന് വെച്ചാൽ ഒരുപാട്, ജീവിതത്തിൽ ഒരുപാട്, ചുനൗത്തിയ എന്ന് വെച്ചാൽ ചാലഞ്ചസ്, ആത്തെ ജാത്തെ രഹത്തെ ഹെ വരികയും പോകുകയും ചെയ്യൂലേ, ആത്തെ ജാത്തെ എന്ന് വെച്ചാൽ വരികയും പോവുകയും ചെയ്യുന്നു. ലേക്കിൻ ഹമേ ചുനൗത്തിയോं को डर कर भागना नहीं चाहिए, പക്ഷേ എന്താ ലേക്കിൻ പക്ഷേ ഹമേ നമ്മൾക്ക് ചുനൗത്തിയോं को അല്ലേ ചാലഞ്ചസിനെ ഡർക്കർ അല്ലെ പേടിച്ചിട്ട് അല്ലെ, ഡർന എന്ന് വെച്ചാൽ പേടിക്കുക, ഡർക്കർ എന്ന് വെച്ചാൽ പേടിച്ചിട്ട്, ഭാഗന നഹിച്ചാക്കിയ, ഭാഗന എന്ന് വെച്ചാൽ ഓടാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ ജീവിതത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യണമെന്നല്ലേ ധൈര്യപൂർവ്വം, അല്ലാണ്ട് ഓടിപ്പോവുകയല്ലേ വേണ്ടതല്ലേ. ബൽക്കി ഉസ്ക ധൈര്യപൂർവ്വം സാമന കർണ ചാഹിയെ, നമുക്ക് എന്ത് ചെയ്യണം, അതിന് ധൈര്യപൂർവ്വം എന്ത് ചെയ്യണം, സാമന കർണ എന്ന് വെച്ചാൽ ഫേസ് ചെയ്യുക അല്ലേ, നേരിടേണ്ടത് ആവശ്യമാണല്ലേ, ചാഹി എന്ന് വെച്ചാൽ ആവശ്യമാണ്. ചാഹെ ബാഡ് ഹോ, അതെന്താ ചിലപ്പോൾ വെള്ളപ്പൊക്കം വന്നാലും, സൂക്കാപ്പൻ എന്ന് വെച്ചാൽ വരൾച്ച, സൂക്കാപ്പൻ ഹോ, സാരാ കഷ്ട മുഴുവൻ കഷ്ടപ്പാടും ഗരീബ് ലോകോങ്കോ ഹി സഹനപ്പെടുത്താ ഹെ, എന്താ പാവപ്പെട്ട ജനങ്ങൾക്കാണ് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. അമീറോങ്കോ ജിന്ദഗി ആസാൻ ഹോത്തെ ഹെ അല്ലേ, അമീറോ എന്ന് വെച്ചാൽ പണക്കാർക്കാണ് അമീർ എന്ന് പറയുന്നത്, പണക്കാരുടെ ജീവിതം എന്ന് പറയുന്നത്, അമീറോങ്കി ജിന്ദഗി എന്ന് വെച്ചാൽ പണക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് ആസാൻ ഹോത്തെ ഹെ എളുപ്പമായിരിക്കും, ആസാൻ ഹോന എന്ന് വെച്ചാൽ എളുപ്പമായിരിക്കും. ഉൻഹെ സബ് കുച്ച് ആസാനി സെ മിൽ ജാത്തെ ഹെ അല്ലേ, അവർക്ക് എല്ലാം പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തന്നെ കിട്ടുന്നുണ്ടല്ലേ. ജിന്ദഗി ഹമേശ പരേശാനി ദേത്തി ഹെ, ജീവിതം എന്ന് പറയുന്നത് കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കും. ലേക്കിൻ ഹമേ സബ് കുച്ച് സാമന കർക്കെ ആകെ ജാനാ പഡ്താ ഹെ,
പക്ഷെ നമുക്ക് സബ് കുച്ച് എല്ലാം സാമന കറിക്ക് എന്ന് ഫേസ് ചെയ്തുകൊണ്ട് ആകെ ജാന പഠിത്താ ഹൈ, മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത്രയാണ് കുറിപ്പ്. അപ്പോൾ ഇനി ഈ പാഠത്തിൽ നിങ്ങൾക്ക് ഒരു അനുബന്ധ കാര്യം കൂടിയുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഈ പാഠം ചെയ്യുന്നത് നിങ്ങളോട് ഒരു അസൈൻമെൻറ്റിൻ്റെ രൂപത്തിൽ ഹൈക്കു സങ്കലിത കര എന്നാണ് പറയുന്നത് അല്ലേ. നിങ്ങൾ ഹൈക്കുകൾ കിട്ടുവാണെങ്കിൽ അത് യോജിപ്പിച്ചിട്ട് ഒരു ഹൈക്കു സങ്കലനം ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.